നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇനി വളരെ ചുരുക്കം ദിവസങ്ങളെന്ന് നമുക്ക് പറയേണ്ടി വരും തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യുന്നത് CPM-ന്റെയും കോൺഗ്രസിന്റെയും പോരുകളെ തമ്മിലാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്നത് BJP-യെ കുറിച്ചാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ BJP-യുടെ വളർച്ച നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കുന്നതാണ്. വളർച്ച തള്ളിക്കളയാൻ ആർക്കും കഴിയുന്നതല്ല. അതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പലരും അതിൻ്റെ വളർച്ച. കാരണം ഇതിനു മുൻപ് പലപ്പോഴായി BJP-യുടെ കാര്യം നമ്മളോട് സംസാരിക്കേണ്ട ഇത് കേരളമാണ് എന്ന് പറഞ്ഞിടത്തു നിന്നും BJP-യെ കുറിച്ച് ഞാനിപ്പോൾ ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും BJP ഇപ്പോൾ കൃത്യമായ ഒരു ബേസ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ. എന്ന് മാത്രമല്ല, അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നില്ല, താമര വിരിയില്ല എന്നത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് കോൺഗ്രസും CPM-ഉം പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ താമര വിരിഞ്ഞില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. നിസ്സാര കാര്യമല്ല. അതൊരു പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ഡൽഹിയിലേക്ക് പോയപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഇതാണ്: ഇതൊരു നിസ്സാര വിജയമൊന്നുമല്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ ഇവർ വർഗീയ കക്ഷികളാണ്, ഹിന്ദുക്കളല്ലാത്തവരെല്ലാം നാട് വിട്ടു പോകാൻ പറയുന്നവരാണ് എന്നൊക്കെയുള്ള മസ്തിഷ്ക പ്രക്ഷോളനത്തിൻ്റെ പിടിയിൽ വീണ കിടക്കുന്ന കേരള സമൂഹത്തിൽ ഇവർക്ക് ഇത്രയും തലയുയർത്തി നിൽക്കാൻ ഒരിടം, ഒരു ഫുട് പ്രിൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതുപോലെയാണ് തൃശ്ശൂരിലെ വിജയം. ഇനി അത് ആവർത്തിക്കണമെന്നും അല്ല പറയുന്നത്. ഞെട്ടിപ്പിച്ച് കളഞ്ഞു. വെള്ളടി പോലെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച് കളഞ്ഞില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? അത് ഞെട്ടിപ്പിച്ച് കളഞ്ഞു. കാരണം RSS എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ കൊല്ലാനാണ്, മുസ്ലിമിനെ കൊല്ലാനാണ് എന്നൊരു ബോധധാര ഉണ്ടാക്കുന്നതിൽ ഇടതുപക്ഷം പ്രത്യേകിച്ചും അവരുടെ സൈദ്ധാന്തികന്മാർ പ്രത്യേകിച്ചും വിജയിച്ച ഒരു മണ്ണാണിത്. ആ മണ്ണിലേക്ക് BJP കടന്നു വരിക, അവിടെ അതിൻ്റെ വേരുകൾ, താമരയുടെ വേരുകൾ ആഴ്ത്തുക എന്ന് പറയുന്നത് പലപ്പോഴും അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ആ വിപരീത സാഹചര്യത്തിൽ അവർ ഉറപ്പിച്ചു. അതാണ് അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള വശവും അതിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. ഇന്നിപ്പോൾ നോക്കൂ, പലർക്കും മനസ്സിലായിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായമാണ് വിശ്വസിച്ചിരുന്നത് ഇവർ ഹിന്ദു രാജ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന്. അവർക്കിത് മാറി, ആ വിശ്വാസം മാറി. എപ്പോഴാണ് ഈ ഇസ്ലാമിക് ഡെമോഗ്രഫി വന്നിട്ട് അവരെ വളഞ്ഞ് ഇല്ലാതാക്കിയപ്പോൾ? ഉദാഹരണം പറഞ്ഞാൽ കൊച്ചിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കൈക്കലാക്കി അതിൻ്റെ രാജാക്കന്മാരായിരുന്ന കൊച്ചി രാജാക്കന്മാരായിട്ടിരുന്നത് ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ അമ്പേ പാളിപ്പോയി. അവർ അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനതയായിട്ട്, ലത്തീൻ കത്തോലിക്കർ, മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആൾക്കാരായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞു കൊച്ചിയുടെ മണ്ണിൽ. ഇതാണ് കേരളം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സതീശൻ പറഞ്ഞത് ഇസ്ലാമിക സമൂഹം നടത്തിയ മുന്നേറ്റം കണ്ട് അസൂയ പൂണ്ടിട്ടാണ് മറ്റുള്ളവരെ ആ ജമായത്തെ എതിർക്കുന്നതെന്നൊക്കെ വിടുവായത്വം പറഞ്ഞത്. അങ്ങനെയല്ല. സ്വന്തം അസ്തിത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റുള്ളവരുടെ ഡെമോഗ്രഫി വർദ്ധിക്കുകയും തങ്ങളൊക്കെ ഉദാഹരണത്തിന് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ 0 പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോയി. അവിടെ അവരുടെ അസംബ്ലി സീറ്റുകളുടെ എണ്ണം തന്നെ കുറഞ്ഞു. മലപ്പുറത്ത് കൂടുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഇംബാലൻസ് ഇല്ലേ? ഇംബാലൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇംബാലൻസ് ഉണ്ടാവുന്നത്? നമ്മൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന അത് ഒരു പാരമ്പര്യമായി സ്വീകരിച്ചതുകൊണ്ട് ഒരു ഇംബാലൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് തോന്നുകയില്ല. അപ്പോൾ ആ ഇംബാലൻസ് വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് PC ജോർജ് കല്യാണം കഴിക്കുന്ന ഓരോ വധുവിനെ ആശീർവദിച്ചുകൊണ്ട് 4 പറയുന്ന 4 കുട്ടികളെങ്കിലും വേണം മിനിമം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. മറ്റവരോട് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റില്ല. കാരണം 10, 11, 12 എന്നൊക്കെ പറയുന്നതുമാവും. മനസ്സിലായില്ലേ? സ്ത്രീയുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു പോകും. അതുപോട്ടെ, അത് അങ്ങനെയുള്ള ഒരു ഡെമോഗ്രഫി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള ഡെമോഗ്രഫി ഉണ്ടായിക്കഴിഞ്ഞാൽ വിഭവങ്ങൾ വിതരണം ചെയ്യാൻ ഈ രാജ്യത്ത് അതിനുള്ള സാധനങ്ങളുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ജനസംഖ്യയുണ്ട്, പക്ഷേ വിഭവങ്ങൾ കുറവാണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് ഈ ജനസംഖ്യ കൂടുന്തോറും വിഭവങ്ങൾ ഉണ്ടാകുന്നത്. അതതിൻ്റെ ഇക്കണോമി. ഇവിടെ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള മെതിച്ചിട്ട ഒരു ഭൂമിയിൽ BJPക്ക് യാതൊരു ഫുട് പ്രിൻറ്റും ഉണ്ടാവാൻ സാധ്യതയുള്ളതല്ല. പക്ഷേ നരേന്ദ്രമോദി വന്നതോടുകൂടി വികസനത്തിൻ്റെ വെളിച്ചം ഇവിടുത്തെ ആദ്യം തിരിച്ചറിഞ്ഞത് ക്രിസ്ത്യാനികളാണ്. സമാധാനമായിട്ട് പോകുന്ന ഗവൺമെൻറ്, സ്ഥിരതയുള്ള ഗവൺമെൻറ്. ക്രിസ്ത്യാനികൾ തന്നെയാണ് ഒരു സമയത്ത് എതിർത്ത് പറയാൻ നമ്മൾ കണ്ടിരുന്നു. ഈ പറയുന്ന ക്രിസ്മസ് ആ ഒരു സമയത്തായിരുന്നു. അത് ചെറിയ പ്രശ്നങ്ങളാണ്. കരോൾ മാത്രമല്ല, ഈ പറയുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് ക്രിസ്ത്യാനികളോടുണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മണ്ണെറിഞ്ഞ് വേണം വിത്തിടാൻ എന്ന് പറയുന്നത് പോലെ അവിടുത്തെ നമ്മളെപ്പോലല്ല അവിടുത്തെ മനുഷ്യരെന്ന് പറയുന്നത്. വിഭജനത്തിൻ്റെ ആ ഭീകരത കണ്ടു വളർന്നവരാണ്. അവർ ഹിന്ദു മതത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നോർത്ത് ഈസ്റ്റിലും എല്ലാവരുടെയും എല്ലാ ഹിന്ദു
ആദിവാസികളായിരുന്നു അവരെ മുഴുവൻ കൺവെർട്ട് ചെയ്തു കഴിഞ്ഞു ബ്രിട്ടീഷ് ഭരണകാലത്ത്. അതിൻ്റെ വേദനകൾ അതാണ് അവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേശീയ ബോധമില്ലാത്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിഘടനവാദങ്ങൾ ഇന്ത്യയുടെ തന്നെ നിലനിൽപ്പിനെ കടന്നാക്രമിക്കുന്നുണ്ട്. ഗോവയിൽ എന്നാൽ അതില്ലതാനും. ഗോവ ഉദാഹരണമാണ്. ഗോവയിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്, ജയിച്ചിരിക്കുന്നത് BJP ആണ്. ആ ഗോവയുടെ രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് ഗോവയിൽ നിന്നുള്ള 8 MLA-മാരെ ഈ പ്രാവശ്യം പ്രചാരണത്തിനായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. BJP തന്നെ കൊണ്ടുവരികയാണ്. പക്ഷെ എത്ര പേരെ കൊണ്ടുവന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP എടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ 20% വോട്ട് ഷെയറിൽ നിന്നും 16%ലേക്ക് BJP ചുരുങ്ങിയെന്ന് പറയുമ്പോൾ പൂർണ്ണമായൊരു ഈ പറയുന്ന വിജയം മാത്രമാണ് അവർക്ക് ഉണ്ടായതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അതെ, ഞാൻ പറയാം അതിൻ്റെ സത്യം. ഞാൻ പറയാം അതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയ നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പലയിടത്തായിട്ട് ഫോക്കസ് ചെയ്യാതെ, ഈ SITയുടെ അതാണ് പലയിടത്തും ഫോക്കസ് ചെയ്തു, ഒരിടം പിടിച്ചടക്കണം. അത് പ്രസ്റ്റീജ് മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരം, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയത്. അതാണ് വികസനത്തിൻ്റെ മന്ത്രം പറഞ്ഞ് ശബരിമല വലിയ വിഷയമാക്കാതെ തന്നെയാണ് ജയിച്ചത്. അത് ജയിച്ചു. അദ്ദേഹം പറഞ്ഞു അത് നിസ്സാര വിജയമല്ല. മറ്റിടത്ത് പോട്ടെ, അത് ഇവിടെ പ്രശ്നമല്ല. നിയമസഭയിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ആ നിയമസഭയിൽ പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് ഗോവയിൽ നിന്ന് MLA-മാരെ കൊണ്ടുവരുന്നത്. സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ ലോക്സഭയിൽ തൃശ്ശൂർ, ഈ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, അപ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ജില്ല ഏതായിരുന്നു? ജില്ലയല്ല, അവർ സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ്. ഇപ്പൊ നോക്കൂ, കൊട്ടാരക്കര എണ്ണം കൂട്ടാനെന്ന് പറഞ്ഞാൽ നിലവിൽ CPM-ന് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. BJP-ക്ക് ഇല്ല എന്നുള്ളതാണ്. അതൊരു 5 എണ്ണെങ്കിലും അത്രേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കൊട്ടാരക്കര നോക്കൂ, BJP-ക്ക് അനുകൂലമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രശ്മി നല്ല ബേസ് ഉണ്ട് മണ്ഡലത്തിൽ. ഈ പറയുന്ന രശ്മി മഹിളാ കോൺഗ്രസിന്റെ ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ തോൽക്കാൻ വേണ്ടി ഒരു എടുത്തുചാട്ടമായി പോയി രശ്മിയുടേത് എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം അവിടെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എങ്ങനെയാണ് അവിടെ CPM ജയിച്ചതെന്നറിയാമോ? ബാലഗോപാൽ ജയിച്ചത് NSS-ന്റെ പിന്തുണ കൊണ്ടാണ് അവിടെ ജയിച്ചത്. പക്ഷെ ഐഷാപോറ്റി പലപ്പോഴായി ജയിച്ചത് NSS-ന്റെ പിന്തുണ കൊണ്ടല്ലായിരുന്നു. ഐഷാപോറ്റിക്ക് അല്ലാതെ തന്നെ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായിട്ടൊരു വികാരം, ആ വികാരത്തിന്റെ തേരിലേറി വന്നു. ഇവർ കഴിവിട്ട ഒരു വക്കീലുമായിരുന്നു, അതിന്റെ തേരിലാണ് വന്നത്. ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഐഷാപോറ്റി മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വിജയം രശ്മിക്ക് ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല. ഉണ്ടാവും, അതേ ഞാൻ പറഞ്ഞു. തീ പാറുന്ന പോരാട്ടമായിരിക്കും. NSS-ന്റെ പിന്തുണ എന്ന് പറഞ്ഞ കലഞ്ഞൂർ മധു ഇദ്ദേഹത്തിന്റെ ചേട്ടനാണല്ലോ, KN ബാലഗോപാൽ, KN ഹരിലാൽ, പിന്നെ കലഞ്ഞൂർ മധു, ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ കലഞ്ഞൂർ NSS-ഉമായിട്ട് കലഹിച്ച് പുറത്തു പോയി കഴിഞ്ഞു. ഇപ്പോൾ അതിന് പ്രസക്തിയില്ല. ആ NSS-ന്റെ വോട്ടുകൾ NSS കൊടുത്തുകൊണ്ടിരുന്നത് ചാരിറ്റി ആക്ട് പ്രകാരം ഒരു ഫയലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ഫയൽ പിണറായി വിജയൻ്റെ മേശപ്പുറത്തിരിക്കുകയാണ്. ആ ഫയലെടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ NSS-ന്റെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിയടയ്ക്കേണ്ട ഒരു സ്ഥിതി വരും. മനസ്സിലായില്ലേ? കേന്ദ്രത്തിന് അയച്ചാൽ മതി, കേന്ദ്രം നടപടിയെടുക്കേണ്ടി വരും നിയമപരമായിട്ട്. അതവിടെ നിൽക്കട്ടെ. പല സംഘടനകൾക്കും ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണിച്ച് വിരട്ടിയാണ് NSS-ന്റെ വോട്ട് വാങ്ങിച്ചത്. പക്ഷേ NSS-ൽ നിന്ന് വിരട്ടി പെരുന്നതെന്ന് വിളിച്ച് പറഞ്ഞാൽ എത്ര പേര് വോട്ട് ചെയ്യും? KN ബാലഗോപാലാണ് ഈ രാജ്യത്തെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അതവിടെ ഉണ്ടാവും. പിന്നെ അപ്പോൾ അന്നിരിക്കുന്ന അടുത്തായിട്ട് പറഞ്ഞത് ഐഷാപോറ്റിയുടെ ഈടൊക്കെ പോയി കഴിഞ്ഞു. അന്ന് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചതോടുകൂടി അത് കഴിഞ്ഞിട്ട് അവർ CPM-ൽ പോയി. CPM-ൽ ഈശ്വരവിശ്വാസിയായിട്ട് പോയി. അവർ പാർട്ടിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ എന്താ പാർട്ടി ചെയ്യുന്നതെന്നറിയാമോ? ഭയങ്കര പ്രതികാരം ചെയ്യും അവർ. അവരെ തോൽപ്പിക്കാനുള്ള സകലമാന ശ്രമങ്ങളും ചെയ്യും. അറ്റ കൈക്ക് BJP-യാണ് ജയിക്കുന്നതെങ്കിൽ BJP-യെ സഹായിക്കാൻ വരെ തയ്യാറാവും. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ CPM BJP തമ്മിലുള്ള സഖ്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. ഉണ്ട്. കൊട്ടാരക്കരയിൽ അല്ല, ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. BJP-യുടെ ആഗ്രഹം കോൺഗ്രസ് വരുന്നതിനേക്കാൾ വേഗം പിണറായി വിജയൻ തുടരുക എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയനെ നിലനിർത്തിക്കൊണ്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവർക്ക് ഈസിയായിട്ട് കുറേ കൂടി സീറ്റുകൾ കിട്ടും. അതാണ് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്, രാഷ്ട്രീയ തന്ത്രമാണത്. ആ തന്ത്രം ഉണ്ടവർക്ക്, അത് നിഷേധിക്കുന്നില്ല. ആ തന്ത്രമുണ്ടത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ചാണക്യതന്ത്രം അവർ പയറ്റുന്നുണ്ട് എന്നുള്ളതാണ് BJP നേതാക്കൾ എന്നോട് പറഞ്ഞു. എനിക്കറിയില്ല. അതെ, അപ്പോൾ കൊട്ടാരക്കരയിൽ ഈ പറയുന്നത് പോലെ കൃത്യമായ പോരാട്ടമെന്നല്ല, BJP CPM ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം വരക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയനെ നിലനിർത്താൻ BJP ശ്രമിക്കും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് തോറ്റാലും വേണ്ടില്ല, BJP ജയിക്കണമെന്നൊരാഗ്രഹം പിണറായി വിജയനും ഉണ്ടാവും. അങ്ങനെ ആ തരത്തിലൊരു ഇന്ത്യ മുന്നണി അങ്ങനെ തമ്മി പോരാടുന്ന ഒരു തീവാർന്ന പോരാട്ടങ്ങൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്
ഒരു അന്തർധാരയുണ്ടല്ലോ, ആ അന്തർധാര അതിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ, പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ശരിയാവുമോ എനിക്ക് ജേർണലിസ്റ്റ് എന്നുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും.